ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടിയായിരുന്നു കിരിക്കാടൻ ജോസ് എന്ന മോഹൻരാജിന്റെ അന്ത്യം തിരുവനന്തപുരത്തെ കാഞ്ഞിരംകുളത്തെ ഈ വാടക വീട്ടിൽ വെച്ച് സംഭവിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ പ്രധാനമായും വില്ലൻ വേഷങ്ങൾ, പ്രത്യേകിച്ച് ഈ കിരീടം ഉൾപ്പെടെയുള്ള സിനിമകളിലെ വില്ലൻ വേഷം വലിയ ജനപ്രീതി നേടിയതാണ്. അതിലാണ് കിരീടം സിനിമയിലൂടെയാണ് കിരിക്കാടൻ ജോസ് എന്ന ആ ഒരു പേരും ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. എന്തായാലും അതിന് പിന്നാലെ ആ സിനിമയ്ക്കൊക്കെ ശേഷം നിരവധി കഥാപാത്രങ്ങൾ, അതിൽ വില്ലൻ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ ഹാസ്യ കഥാപാത്രങ്ങളും അടക്കം നിരവധി കഥാപാത്രങ്ങൾ ചെയ്തൊരു നടൻ കൂടിയാണ് ഇന്നിപ്പോൾ മരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി ഈ പാർക്കിൻസൺസ് രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ചെന്നൈയിലായിരുന്നു ആദ്യഘട്ടത്തിൽ ചികിത്സയിലുണ്ടായിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് തിരിച്ചെത്തുകയും ഇവിടെ ഒരു വാടക വീട്ടിൽ താമസിക്കുകയും ചെയ്തത്. ഇവിടെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലും അദ്ദേഹം ചികിത്സ നേടിയിരുന്നു. 2 മക്കളുണ്ട്. 2 പേരും പുറത്താണ്. ഒരാൾ ചെന്നൈയിലും അതുപോലെ തന്നെ മറ്റൊരാൾ കാനഡയിലുമാണ്. 2 പേരും ബിരുദ വിദ്യാർത്ഥികളാണ്. ഭാര്യയും ഒരു മകളും ചെന്നൈയിലുണ്ട്. അവർ നാളെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എത്തുമെന്നുള്ളതാണ് നിലവിൽ വീട്ടുകാരുൾപ്പെടെ പറയുന്നത്. അവർ വന്നതിന് ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ടുള്ള അവസാനഘട്ട ചടങ്ങുകളും മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങളും എടുക്കുക. എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരു നഷ്ടം തന്നെയാണ് കിരിക്കാടൻ ജോസിന്റെ മരണം.